നിർമ്മൽ എബ്രഹാം മുമ്പും ഇസ്രയേൽ ഇതര രാജ്യങ്ങളിൽ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ഗസയുടെ ഭരണ ചുമതല ഉണ്ടായിരുന്ന ആളുമായ ഇസ്മയിൽ ഹനിയെ തെഹ്റാനിൽ അവിടെ ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനമേൽക്കൽ ചടങ്ങിന് എത്തിയ സമയത്ത് ഇതുപോലെ ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് വഴിയാണ് കൊലപ്പെടുത്തിയത്. നമുക്കറിയാം, ലെബനനിൽ വലിയ ആക്രമണം നടത്തുകയും ഹിസ്ബുള്ളയെ ഏതാണ്ട് നാമാവശേഷമാക്കുകയും ഹസൻ നസ്രള്ളയെ വധിക്കുകയും ചെയ്തു. ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ, ഗാസയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ, യഹ്യ സിൻവർ അടക്കമുള്ള നേതാക്കളെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഈ നേതാക്കളെ, നേതൃനിരയെ പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്യുക, അതുവഴി ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഇസ്രായേലിൻ്റെതെന്ന് തോന്നുന്നു. അവർ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് മാത്രം നടത്തിയിട്ടുള്ള വലിയ കൊലപാതകങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ ആ നിലയിൽ നേതൃനിരയെ ഫിനിഷ് ചെയ്യുക എന്ന ദൗത്യത്തിൽ മുമ്പ് ഇറാനിൽ കയറി ആക്രമിച്ചതുപോലെ ഇപ്പോൾ ഖത്തറിൽ കയറി ആക്രമിക്കുന്നു. അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് അതുകൊണ്ട് അവസാനിക്കുമോ, അതോ ഇത് എസ്കലേറ്റ് ചെയ്യുമോ, എന്ത് തോന്നുന്നു? ഇല്ല, ഖത്തറുമായിട്ടുള്ള ഈ ഒരു സംഘർഷം എസ്കലേറ്റ് ചെയ്ത് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന്, ഖത്തറിൻ്റെ പൊതുരീതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എസ്കലേഷനിലോട്ട് പോകുന്ന രാജ്യമല്ല, ഡിപ്ലോമാറ്റിക് ഡയലോഗ് താല്പര്യപ്പെടുന്ന രാജ്യമാണ്. മാത്രമല്ല, അമേരിക്കയ്ക്ക് ഖത്തറിൽ സ്റ്റേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ബിഹൈൻഡ് ദ സീൻസ്, ഒരിക്കലും പരസ്യമായി പറയുമെന്ന് ഞാൻ ധരിക്കുന്നില്ല ഇസ്രായേലിനെതിരായിട്ട്, പക്ഷേ ബിഹൈൻഡ് ദ സീൻസ് തീർച്ചയായിട്ടും ഇസ്രായേലിനോട് അടങ്ങാൻ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പറയേണ്ടി വരും. പക്ഷേ ഇതിനൊരു റിറ്റാലിയേഷൻ ഉണ്ടാകുന്ന ഒരു പക്ഷേ ഖത്തറിൻ്റെ ഭാഗത്തു നിന്നായിരിക്കണമെന്നില്ല. ഇപ്പം നമ്മൾ ഒക്ടോബർ 7 അറ്റാക്കിൻ്റെ തന്നെ കാര്യം പറയുമ്പോഴും അന്നത്തെ അറ്റാക്ക് ഉണ്ടായത് എത്രയോ മാസങ്ങൾ മുന്നേ നടന്ന ഒരു സംഘർഷത്തിന് തിരിച്ചടി കൊടുത്താണെന്നാണ് ഹമാസ് പറഞ്ഞത്. അപ്പം ഏത് പോയിന്റിലും ഒരുപക്ഷെ ഉണ്ടാകുന്നത് ഖത്തറിൽ നിന്നായിരിക്കുകയില്ല, ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഹെസ്ബുള്ളയോ അല്ലെങ്കിൽ ഇസ്ലാമിക് ജിഹാദോ ഹമാസോ ഹൂത്തികളോ ഒക്കെ ആയിരിക്കും അറ്റാക്ക് നടത്തുക. പിന്നെ മുമ്പ് സൂചിപ്പിച്ച കൊലപാതകങ്ങളുമായിട്ട് ഇതൊരു വ്യത്യാസം ഉണ്ട്. കാരണം വെച്ചാൽ മുമ്പ് സൂചിപ്പിച്ച സ്ഥലങ്ങളൊക്കെ തന്നെ ലെബനോൺ ആണെന്നുണ്ടെങ്കിൽ ഹെസ്ബുള്ള അവിടെ നിന്ന് ഒരുപാട് അറ്റാക്സ് ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുണ്ട്. യമനിൽ ഹൂത്തികൾ നടത്തുന്നുണ്ട്. അപ്പം ഇറാൻ ആണെങ്കിൽ ഡയറക്റ്റ്ലി അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിന് ന്യായീകരിക്കാൻ പറ്റുന്ന അറ്റാക്കുകളായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ഖത്തറിൻ്റെ കേസിൽ ഇന്ന് വരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഹൂത്തികൾ ഇപ്പോൾ 2 കൂട്ടരും ഒരുപക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ആയിക്കോട്ടെ ഹമാസ് ആയിക്കോട്ടെ ഇത് ഉടനെ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നില്ല. കാരണം ഗാസയിലെ ജനങ്ങളോടുള്ള അനുകമ്പ ഇതിൽ ഏത് കൂട്ടർക്കുള്ളതെന്നൊരു ചോദ്യമാണ്. കാരണം ഹമാസ് ആഗ്രഹിക്കുന്നത്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, ഈ ലീഡർഷിപ്പ് പൊസിഷൻസിലുള്ളവരെല്ലാം തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇല്ലാതാകുമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമല്ല. കാരണം ഹമാസ് എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിയാണ്. ആളുകൾ മരിച്ചാലും വന്നു പോയാലും ആ ഐഡിയോളജി ജീവിക്കും. കഴിഞ്ഞ ഒരു വർഷത്തെ തന്നെ ഡേറ്റ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 15,000-ഓളം പുതിയ റിക്രൂട്ട്സാണ് ഹമാസിന് വന്നിരിക്കുന്നത്. എത്രയോ 20,000-25,000 ആളുകളെ വധിച്ചു എന്ന് പറയുന്ന സമയത്ത് തന്നെ 15,000 പുതിയ റിക്രൂട്ട്സ് ഹമാസിന് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഐഡിയോളജി ജീവിക്കും. അവർ ഈ സഫറിങ് കാണുന്നുണ്ട്, ആളുകളുടെ ഈ ജനസൈഡ് കാണുന്നുണ്ട്, നടക്കുന്ന അറ്റാക്കുകൾ കാണുന്നുണ്ട്. സോ അവരുടെ മനസ്സിലിത് കുത്തിവെക്കുക വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഒരു ഐഡിയോളജി ആയിട്ട് ഇത് ജീവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ലീഡർഷിപ്പ് പൊസിഷൻസിൽ ഉള്ളവരെ വധിക്കുന്നത് വഴി താൽക്കാലികമായിട്ട് സ്ലോ ഡൗൺ ചെയ്യാം ഹമാസിൻ്റെ പ്രോഗ്രസ് അല്ലെ ഹെസ്ബുള്ളയുടെ പ്രോഗ്രസ് എന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ടും ഹമാസ് എന്നുള്ള ഒരു ഐഡിയോളജി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വേസ്റ്റേജ് ആണെന്ന് കരുതുന്നത്. നെതന്യാഹു ആകട്ടെ അതേപോലെ തന്നെ അദ്ദേഹത്തിനും ഇത് നീണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ അവിടെ ഒരു തെറ്റ് പറ്റുന്ന ഇതാണ്, എത്ര ഈ യുദ്ധം നീണ്ടുപോകുന്നോ അത്രയധികം ഇസ്രായേലിന് എതിരാവും സെൻറ്റിമെൻറ്റ്സ്. നമുക്കറിയാം, ഒക്ടോബർ 7 തീയതി മുതൽ 10 തീയതി വരെ ഉള്ള സമയത്ത് മാതൃഭൂമി ന്യൂസിൽ അടക്കം എല്ലാ പാനലിസ്റ്റുകളും ഇരുന്ന് സംസാരിച്ചപ്പോൾ ഇസ്രായേലിനെ അനുകൂലിച്ചാണ് സംസാരിച്ചത്. പക്ഷേ അതേ പാനലിസ്റ്റുകൾ ഇന്നെന്നല്ല ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇസ്രായേലിനെ പ്രതികൂലിച്ച് സംസാരിക്കും. ഒരുപാട് രാജ്യങ്ങൾ എതിർപ്പ് പറയുകയും UN പോലും പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങൾ എതിർത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം എത്ര നീണ്ടുപോകുന്നോ ഇസ്രായേലിനെതിരെയുള്ള സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവ് ആകുന്നു. ഹമാസിനപ്പം സംഭവിക്കുന്നത്, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും റീഗ്രൂപ്പ് ചെയ്യാൻ ഒരു സമയം കിട്ടുവാണ്. ഞാൻ ഈ പറഞ്ഞ റിക്രൂട്ട്സിനെ ട്രെയിൻ ചെയ്യാനും റീഗ്രൂപ്പ് ചെയ്യാനും ഒരു സമയം കിട്ടുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ശരിക്കും പറഞ്ഞ ഒരു വിൻ വിൻ സിറ്റുവേഷൻ, അതൊരു ലൂസ് സിറ്റുവേഷനാണ്. അവിടെ ഒരു വശത്ത് ജനസൈഡ് വഴി അവരുടെ ഓൾറെഡി നഷ്ടപ്പെട്ട ഈ ഒരു ലെഗസി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗുഡ് വില്ല് വീണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് ഖത്തറിൻ്റെ മേലെ അറ്റാക്ക് നടത്തിയതോടുകൂടി മറ്റ് രാജ്യങ്ങളും തീർച്ചയായിട്ടും ശക്തമായിട്ട് അപലപിക്കും. പക്ഷേ ഞാൻ പേഴ്സണലി നോക്കിക്കാണുന്ന അമേരിക്ക ഇതിനുള്ള റെസ്പോൺസ് എങ്ങനെ നടത്തും എന്നുള്ളതാണ്.